ഏവർക്കും ട്രാവൽ ഇവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനുഷ്ഠാന കലകളുടെ നാടായ കണ്ണൂരിലെ പ്രസിദ്ധമായ കുറച്ച് ക്ഷേത്രങ്ങളിലേക്ക് ഒരു യാത്ര. കുറച്ചു നാളുകളായി തിരക്ക് മൂലം യാത്രകൾ കുറവാണ്, അതുകൊണ്ട് തന്നെ വീഡിയോകളും തീരെയില്ല. എങ്കിലും ഈ തിരക്കിനിടയിൽ കണ്ണൂരിലെ മുത്തപ്പൻ ക്ഷേത്രം, തൃച്ചംബരം, രാജരാജേശ്വര ക്ഷേത്രം, വൈദ്യനാഥ ക്ഷേത്രം, പെരളശ്ശേരി, കൊട്ടിയൂർ, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് ഒരു ദിവസം കൊണ്ട് നടത്തിയ ഒരു യാത്രയാണിത്. എന്നുവെച്ചാൽ വിശദമായ ഒരു വീഡിയോ അല്ല എന്നർത്ഥം. എങ്കിലും കാണുന്നവർക്ക്, അത്യാവശ്യം പോകേണ്ടവർക്ക് പോകുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിലുള്ളത്. പറശ്ശിനി മടപ്പുരയിലേക്കാണ് ആദ്യ യാത്ര. രാവിലെ തന്നെ സാരഥി മനോജ് കാറുമായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. തളിപ്പറമ്പ് താലൂക്കിലെ പ്രസിദ്ധമായ ആന്തൂർ നഗരസഭയിൽ വളപട്ടണം പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന മുത്തപ്പൻ ക്ഷേത്രം എല്ലാ ദിവസവും തെയ്യം വഴിപാടായി നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം. വെള്ളാട്ടവും തിരുവപ്പനെയും കെട്ടിയാടുന്ന ക്ഷേത്രം. ഭക്തർക്ക് പ്രസാദമായി രാവിലെ പയറും തേങ്ങാപ്പൂളും ചായയും നൽകും. നിർമാല്യ ദർശനം അത്ര ശുഭകരമല്ലാത്ത ഒരു ക്ഷേത്രമാണിത്. കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന തൃച്ചംബരം ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടെ നിർമാല്യ അഭിഷേകത്തിന് ശേഷം നിവേദ്യവുമായാണ് നട തുറക്കുന്നത്. ക്ഷേത്ര മതിലുകളിൽ മനോഹരമായ ശില്പങ്ങളാണ് ഉള്ളത്. ക്ഷേത്രമുറ്റത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗാദേവിയുടെ ക്ഷേത്രവുമുണ്ട്. അടുത്തായി വലിയൊരു ചിറയും ഇവിടെ കാണാം. കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കാണ് അടുത്ത യാത്ര. രോഗശാന്തിക്കാരൻ എന്ന നിലയിൽ ശിവന് സമർപ്പിക്കപ്പെട്ട പരമ്പരാഗത വാസ്തുശില്പകലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. കൽപ്പടവുകൾ കയറി വേണം ഇവിടെ എത്താൻ. 108 ശിവക്ഷേത്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ് അടുത്ത യാത്ര. നിരവധി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് തളി. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂവളത്തില ഇവിടെ ഉപയോഗിക്കാറില്ല. ധാരയും രുദ്രാഭിഷേകവും ഇവിടെയില്ല. പ്രദോഷവ്രതം ഇവിടെയില്ല. പകൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഗംഗാദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക ക്ഷേത്രമാണിത്. അങ്ങനെ നിരവധി പ്രത്യേകതകൾ. അവിടെ നിന്നും പ്രസിദ്ധമായ പെരളശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് യാത്ര. അതിമനോഹരവും വലുതും കല്ലുപടി കിണറുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠയെങ്കിലും നാഗദൈവങ്ങൾക്കാണ് ഇവിടെ പ്രത്യേകത. നാഗദൈവങ്ങൾക്ക് വഴിപാടായി കോഴിമുട്ട സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. അവിടെ നിന്നും കണ്ണവങ്കാട് കടന്ന് പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് യാത്ര. അക്കരെ കൊട്ടിയൂർ നട തുറക്കുന്ന ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ വഴിപാടായി അതിസ്വാദേറിയ ഒരു കഞ്ഞിയും ഇവിടുന്ന് കുടിക്കുവാൻ പറ്റി. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും കണ്ട് തിരിച്ച് യാത്ര മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. നട തുറക്കുവാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ ക്യാമറ ഏകദേശം ചാർജ് തീർന്നു കഴിഞ്ഞു. കണ്ണൂരിൽ ഒരു ദിവസം കൊണ്ട് കാഴ്ചകൾ കണ്ടു തീർക്കുവാൻ സാധിക്കില്ല. എങ്കിലും കണ്ണൂരിനോട് വിട പറയുവാൻ സമയമായി. വീണ്ടും കണ്ണൂരിലേക്ക് ഒരു യാത്ര ഉടൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.